CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ കുചേല ദിനം ആഘോഷിക്കും. കുചേലൻ എന്നറിയുന്ന സുധാമാവ് സതീർത്ഥനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ അവിൽപ്പതിയുമായി ദ്വാരകയിൽ കാണാൻ പോയതിന്റെ സ്മരണയ്ക്കായി ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആഘോഷിക്കുന്നത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൃത്തി ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഹരിതമിത്രം ബയോ കമ്പോസ്റ്റ് ജൈവവളം വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ നിർവഹിച്ചു. അധികൃതരുടെ അനാസ്ഥ. കുന്നംകുളം കാണിയാമ്പാൽ റോഡിലെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ടാർ ചെയ്ത റോഡിലെ പൈപ്പാണ് പൊട്ടിയത്. കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് CPIM പാനൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 13-അംഗ ഭരണസമിതിയിലേക്കാണ് CPIM പ്രതിനിധികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. കുന്നംകുളം നഗരസഭ 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2024-25 വാർഷിക പദ്ധതി രൂപീകരണവും വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. കമ്പ്യൂട്ടർ ഗെയിമുകൾക്ക് പകരമായി റൂബിക്സ് പരിശീലനവുമായി NCC കേഡറ്റുകൾ. വിദ്യാർത്ഥികളിലെ പഠന സമയങ്ങളിൽ ഭൂരിഭാഗവും നഷ്ടപ്പെടുത്തുന്ന കമ്പ്യൂട്ടർ ഗെയിമുകളെ നിയന്ത്രിക്കാനും പകരം ഏകാഗ്രതയ്ക്കും ബുദ്ധിശക്തിക്കും ഊന്നൽ നൽകുന്ന റുബിക്സ് പോലെയുള്ള പരിശീലനങ്ങൾ കുട്ടികളിൽ വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത്. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തും സാമൂഹ്യ സുരക്ഷാ മിഷനും സംയുക്തമായി അദാലത്ത് സംഘടിപ്പിച്ചു. ഒരു നാടിന്റെ പ്രാർത്ഥനകളും പ്രതീക്ഷകളും വിഫലമായി. കരൾ രോഗം ബാധിച്ച ചികിത്സയിലായിരുന്ന ഇയാൽ മുല്ലപ്പള്ളി ഉദയകുമാർ വിട പറഞ്ഞു. 55 വയസ്സായിരുന്നു. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു അന്ത്യം. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 4 ദിവസത്തിനുള്ളിലായി നടന്നുവരുന്ന 63ാമത് ബൈബിൾ കൺവെൻഷൻ സമാപിച്ചു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടികളെ ചോദ്യം ചെയ്ത് SFIയുടെ വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സംഘി ചാൻസലർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവുമായി DYFI വെള്ളാറ്റഞ്ഞൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ഫണ്ടുകൾ നേടിയെടുത്ത് ഫലപ്രദമായി വിനിയോഗിച്ച് നെല്ലുൽപാദനത്തിനായി കാര്യക്ഷമമായി പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ് പുന്നൂർക്കുളം പരൂർപ്പടവ് കമ്മിറ്റിയെന്ന് NK അക്ബർ MLA അഭിപ്രായപ്പെട്ടു. പരൂർപ്പടവിലെ നടിയിൽ ഉത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഭരണഘടന തത്വങ്ങൾ അട്ടിമറിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത നിയമനിർമ്മാണ സഭയുടെ തീരുമാനങ്ങളെ അംഗീകരിക്കാത്ത സംഘി ചാൻസലർ ക്വിറ്റ് കേരള എന്ന മുദ്രാവാക്യമുയർത്തി DYFI പന്നിത്തട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വേലൂർ എന്ന നാടിന്റെ സമഗ്രമായ പഠനം കൂടിയാണ് CF ജോൺ ജോഫി മാസ്റ്റർ എഴുതിയ ദേശപാന എന്ന പുസ്തകമെന്ന് എഴുത്തുകാരി KV സുമംഗല. ഉക്കാസ സംഘടിപ്പിച്ച പുസ്തക ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. ഗുരുവായൂരിൽ മുള്ളൻ പന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. പുത്തമ്പള്ളി കമ്പനിപ്പടി ബസ് സ്റ്റോപ്പിലാണ് ഇന്ന് രാവിലെ മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിൽ പൊതുമേഖലാ എണ്ണ കമ്പനികൾ ആനുപാതികമായി പെട്രോൾ ഡീസൽ വില കുറയ്ക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ രക്ഷാധികാരി ഡോക്ടർ AV അനൂപ്, പ്രസിഡന്റ് ഷെവലിയർ C ചാക്കുണ്ണി എന്നിവർ അഭ്യർത്ഥിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സൂര്യാനി പള്ളിക്ക് കീഴിലുള്ള പഴഞ്ഞി മോർ ഏലിയാസ് കുടുംബ യൂണിറ്റിന്റെ ക്രിസ്മസ് കരോൾ വർണ്ണാഭമായി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1983-84 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ 40 വർഷത്തിന് ശേഷം ഒത്തുചേർന്നു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.